വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റർ, കോശങ്ങളും കോശജാലങ്ങളും. നമ്മളതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം. ഇച്ചിരി ഞാൻ ടെസ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നത്. അതുകൊണ്ട് അഥവാ കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്നിട്ട് ഈ പാർട്ട് 1 കണ്ടതിന് ശേഷമേ 2 കാണാവൂ. നോട്ട് എഴുതിയെടുക്കുമ്പോൾ അതിൻ്റെ സെൽ എന്നാൽ എന്താണ്? സെൽ ഈസ് ദ സ്മാളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. കോശം ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റാണ് കോശം. എന്താണ് ഈ സെൽ ബയോളജി എന്നാൽ എന്താണ്? കോശവിജ്ഞാനീയം എന്നാൽ എന്ത്? സെൽ ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. ഇറ്റ് ഈസ് എ വെരി ബ്രോഡ് ആൻഡ് ഇവോൾവിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കുഞ്ഞുങ്ങളെ കോശങ്ങൾ. ആദ്യമായി കോശത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ് കേട്ടോ. ഇത് ഇത്രയും നമ്മൾ എഴുതിയതാണ്. പിന്നെ ഇതിനകത്ത് കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നോക്കിക്കോണേ. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ആദ്യമായി കോശത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, അത് കോർക്കിലൂടെയാണ് കേട്ടോ. അതൊന്നും അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്താ അതെങ്ങനെയാണ് കണ്ടതെന്നൊന്നും അറിയണേ. എങ്ങനെയാണെന്നറിയോ? ഹി സോ ദ സ്മാൾ പാർട്ട് ലൈക്ക് ബോക്സസ്, ഹി കാൾഡ് ദം സെൽസ് മീൻസ് ചേമ്പേഴ്സ്. അദ്ദേഹം ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും ഒക്കെ നമ്മൾ 1ാമത്തെ പാർട്ടിൽ പറഞ്ഞതാണ്. അതായത് മൈക്രോസ്കോപ്പിലൂടെ കോർക്കിൻ്റെ ഒരു കഷ്ണം നിരീക്ഷിച്ചപ്പോഴാണ് റോബർട്ട് ഹുക്ക് ഈ കാഴ്ച കണ്ടത്. ഏതാണെന്നറിയോ? പെട്ടി അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള ചെറിയ ഭാഗങ്ങൾ കേട്ടോ. നമ്മുടെ മരമില്ലേ കുഞ്ഞുങ്ങളെ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ആഞ്ഞിലി, പിന്നെ പ്ലാവ്, അങ്ങനെയൊക്കെയുള്ള മരങ്ങളില്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള പാളി ഇങ്ങനെ ഇളകി വരത്തില്ലേ. അദ്ദേഹം അതിലെ ഒരു പാർട്ട്, അതിനാണ് ഈ കോർക്കെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിലെ ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ അദ്ദേഹം എന്താ പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള ചെറിയ ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അവയെ അറകൾ എന്നാണ്, എന്താ സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറകൾ എന്നാണ് കേട്ടോ. അതായത് പറഞ്ഞ സെൽ എന്ന വാക്കിന്റെ അർത്ഥം അറകൾ എന്നാണ്. റോബർട്ട് ഹുക്ക് ഇതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതി. മൈക്രോഗ്രാഫിയ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഡേറ്റ് ഒക്കെ നോക്കിക്കോണേ. കെട്ടിക്കിടക്കുന്ന വെള്ളം കേട്ടോ, അതായത് സ്റ്റഗ്നന്റ് വാട്ടർ, ഈ മഴവെള്ളമൊക്കെ പെയ്ത് റോഡിൽ കെട്ടിക്കിടക്കുന്നില്ലേ. ആദ്യമായിട്ട് ജീവനുള്ള കോശത്തെ അദ്ദേഹം അതിൽ നിന്നും ആൻഡൻ വാൻ ലീവൻ ഹോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി കേട്ടോ, ഒരു ശാസ്ത്രജ്ഞന് ജീവനുള്ള കോശത്തെ കണ്ടെത്തി. നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ ഒരു തുള്ളി എടുത്ത് വന്ന് അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ആ വെള്ളത്തിനകത്തിൽ എന്താ ജീവനുള്ള കോശത്തെ കണ്ടെത്തി. കോശത്തിനൊരു കേന്ദ്രമുണ്ട് കുഞ്ഞുങ്ങളെ, അതാണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് നമ്മുടെ റോബർട്ട് ബ്രൗൺ ആണ്. എല്ലാവരുടെയും ഡേറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനി സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. എന്നാൽ സസ്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, ജന്തുക്കളിലും ഉണ്ടെന്ന് കണ്ടെത്തിയതാണ് തിയോഡർ ഷ്വാന്. സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത് MJ ഷ്ലീഡനും തിയോഡർ ഷ്വാൻ. കാരണം ഇവർ രണ്ടുപേരുമാണ് സസ്യത്തിലും കോശമുണ്ട് ജന്തുക്കളിലും കോശമുണ്ടെന്ന് കണ്ടെത്തിയ അവർ രണ്ടുപേരും കൂടി ഒരു സെൽ തിയറി അങ്ങ് ആവിഷ്കരിച്ചു. കോശ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചു. ഇനി ഇവർ രണ്ടുപേരും അത് കണ്ടുപിടിച്ചതിന് ശേഷം വേറൊരാൾ വന്നിട്ട് ഇതിനെ അങ്ങ് ആവിഷ്കരിച്ചു. എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ പേര് റുഡോൾഫ് വിർഷ്യോ എന്നാണ് കേട്ടോ. വെർഷ്യോ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നിലവിൽ കോശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ആരാ കണ്ടുപിടിച്ചത്? റുഡോൾഫ് വെർഷ്യോ. ഇച്ചിരി സ്പീഡിൽ പോകാം കേട്ടോ, കാരണം നമുക്ക് ഇന്ന് അടുത്ത പാർട്ട് എടുക്കണ്ടേ. അടുത്തത് ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി, കോശവിജ്ഞാനീയത്തിൻ്റെ നാൾവഴികൾ. 1838 മാത്തിയാസ്, തണ്ട മലയാളം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പത്തിന്. മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ആളാണ് മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ. 1839 തിയോഡർ ഷ്വാൻ വന്നിട്ട് ഡിസ്കവേർഡ് ദാറ്റ് ആൾ അനിമൽസ് ആർ
ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് 1839 തിയോഡർ ഷാൻ പറഞ്ഞു. എന്നാൽ 1855 റുഡോൾഫ് വെർഷ്യോ അതായത് ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ദാറ്റ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? റുഡോൾഫ് വെർഷ്യോ. ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കണേ. ഷ്വാൻ, വെർഷ്യോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേരുകളൊന്നുമല്ല. നോക്കിക്കേ, ഷ്വീൽഡൻ അല്ലേ, ഇങ്ങനെയൊക്കെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷ്വീഡൻ, ഷ്വാന്, വെർഷ്യോ അല്ലേ. നമ്മളാകെ ബാലൻ, ശശി, ബാബു, സാബു ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ അല്ലേ. വെറൈറ്റി പേരുകളാണ് ഇതൊക്കെ അല്ലേ. അടുത്ത എന്താ കുഞ്ഞുങ്ങളെ? സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം എന്നാൽ എന്താ? ആൾ ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ സെൽസ്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. സെൽസ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. ന്യൂ സെൽസ് ഒറിജിനേറ്റഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെട്ടത്. ഇതാണ് സെൽ തിയറി. 14 നമുക്ക് സ്പീഡിപ്പാം. അടുത്തത് മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമ്മൾ ടെസ്റ്റ് വായിച്ചിട്ടാണ് ഇത് മൊത്തവും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്താണ്? സിമ്പിൾ മൈക്രോസ്കോപ്പ് ഹാസ് ഓൺലി വൺ ലെൻസ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരൊറ്റ ലെൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹാസ് മോർ ദാൻ വൺ ലെൻസ്. ഒന്നിലധികം ലെൻസുകൾ ഉള്ളതിനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്ത 17 എന്താണ് മാഗ്നിഫിക്കേഷൻസ് പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി. ഞങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഒന്നാമത്തെ പാർട്ട് ഇതിലെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞ് നോട്ടും തന്നാ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ആ നോട്ട് കിട്ടാത്തവരോ കാണാത്തവരോ ചിലപ്പോൾ എൻ്റെ ചാനൽ എടുക്കുമ്പോൾ ആ നോട്ട് എല്ലാം ഉണ്ട് കുഞ്ഞുങ്ങളെ. സോഷ്യലും സയൻസും മാത്സും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏത് പാഠമാണോ വേണ്ടുന്നത് അതിനകത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത് എടുത്തതായതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പോകുന്നത്. മാഗ്നിഫിക്കേഷൻസ് പവർ മാഗ്നിഫിക്കേഷൻ പവർ മീൻസ് ആവർത്തന ശേഷി. മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ്. ഇഫ് ഐ പീസ് ലെൻസ് മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ് ടു 10x ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് മാഗ്നിഫൈസ് ഇറ്റ് ഇൻ ടു 14x. The magnification power of the lens is 400x. മനസ്സിലായോ? നമുക്ക് വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവാണ് കുഞ്ഞുങ്ങളെ. ഒരു വസ്തുക്കളെ നമുക്ക് വലുതാക്കി, നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഒരു വസ്തുക്കളെ നമുക്ക് വലുതാക്കി കാണിക്കാനുള്ള ഒരു ലെൻസിന്റെ കഴിവിനെയാണ് അതിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ അത് ഐപീസ് ലെൻസ് ഐപീസ് ലെൻസ് അതിനെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, പടവും കൊടുത്തിട്ടുണ്ട്, നമ്മളതിൻ്റെ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയതാണ്. ഐപീസ് ലെൻസ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന ലെൻസ് 10x മീൻസ് 10 ഇരട്ടി വലുതാക്കുകയും, അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് അതിനകത്തില്ലേ. ഒബ്ജക്റ്റീവ് ലെൻസ് ഒക്കെ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടേ, പടത്തിലുണ്ടേ. ആ ഒബ്ജക്റ്റീവ് ലെൻസ് അപ്പോൾ എന്താ പറയുക 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഐപീസ് ലെൻസ് നമ്മൾ 10 ഇരട്ടി വലുതാക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എത്രയാണെന്നറിയോ? 400 ഇരട്ടി ആയിരിക്കും കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. മൈക്രോസ്കോപ്പിൻ്റെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ എഴുതണേ. മാഗ്നിഫിക്കേഷൻ പവറാണ് കേട്ടോ, നല്ലതുപോലെ എഴുതണേ. 17 അടുത്ത നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്. നമ്മൾ ആ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്നാണ് അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ രണ്ടിതാ കുഞ്ഞുങ്ങളെ കണ്ടേ. ഐപീസ് നമ്മൾ പറയില്ലേ, ഇതാണ് ഐപീസ് കണ്ടോ നമ്മൾ നോക്കുന്നത്. ഐപീസും പിന്നെ ഏതാ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് കണ്ടോ, ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതൊക്കെ എല്ലാം പടം അതങ്ങ് കാണാത്ത, നമ്മൾ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞു തന്നാലും കാണാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കണേ. ഐപീസ് തൊട്ട് ബേസ് വരെ കേട്ടോ. ഓക്കെ, അടുത്ത നമ്മളിപ്പോൾ ഈ കാണിച്ച അത്രയും എണ്ണത്തിൻ്റെയും ഫങ്ഷനുകൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്തെല്ലാം? ഐപീസ് ലെൻസ് നോക്കിക്കേ. മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ വീണ്ടും അത് വലുതാക്കുന്നു. ബോഡി ട്യൂബ് എന്താ കുഞ്ഞുങ്ങളെ? ഹോൾഡ് ദ ഐപീസ് ആൻഡ് കണക്ട് ഇറ്റ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഐപീസ് പിടിച്ചിട്ട് ഈ ഒബ്ജക്റ്റീവ് ലെൻസുമായിട്ട് അത് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഏതാ? ബോഡി ട്യൂബൊക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്തുവാന്ന്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വെച്ചാൽ മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഓൺ ദ സ്ലൈഡ്. ഈ സ്ലൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വസ്തുവിനെ അത് വലുതാക്കി കാണിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. എന്താണ് ഈ നോബ് എന്ന് വെച്ചാൽ? കെ അവിടെ സൈലന്റ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. നോബ് എന്ന് പറയത്തില്ല, നോബ്സുകൾ കേട്ടോ. ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലെൻസ് ടു ഫോക്കസ് ദ ഒബ്ജക്റ്റ്. നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെ നിരീക്ഷിച്ച്, നമ്മളൊക്കെ മൈക്രോസ്കോപ്പ് ഒന്നും നമ്മുടെ വീട്ടിലൊന്നും കാണത്തില്ല കുഞ്ഞുങ്ങളെ. നമ്മൾ ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ലാബിലോ അല്ലേ നമ്മുടെ ബ്ലഡ് പരിശോധിക്കാൻ വല്ലതും ചെല്ലുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും നഴ്സുമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ, അല്ലാതെ നമ്മുടെ വീടുകളിലൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളൊരു ഇനി ആയാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ ബ്ലഡ് പരിശോധിക്കാനൊക്കെ കൊടുക്കും അല്ലേ, അന്നേരം ഈ നിരീക്ഷണ വസ്തുവിലേക്ക് ലെൻസുകളെ ഫോക്കസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. നമ്മൾ ഏത് വസ്തുവാണോ അവിടെ നിരീക്ഷിക്കുന്നത് ആ വസ്തുവിലേക്ക് ലെൻസുകളെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നോബുകൾ കേട്ടോ. ഇനി ബേസ് എന്ന് കേട്ടാൽ അറിയാം, ഏത് വസ്തുവിൻ്റെയും ബേസ് എന്താ കുഞ്ഞുങ്ങളെ, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ, അതിനെ എന്താ അവിടെ വെക്കുക, സപ്പോർട്ട് ദ മൈക്രോസ്കോപ്പ് അല്ലേ, മൈക്രോസ്കോപ്പിനെ അവിടെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ അവിടെ എന്താ വെക്കുന്നു അല്ലേ. സ്റ്റേജ് ക്ലിപ്പ് എന്താണ്, സ്റ്റേജ് ക്ലിപ്പ് ഹോൾഡ് ദ സ്ലൈഡ് ഫേമിലി ഓൺ ദ സ്റ്റേജ്. സ്റ്റേജ് എന്തോ അതവിടെ മുറുകെ പിടിച്ചിരിക്കുന്നു. അത് പിടിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ കണ്ടോ മിററ് സ്റ്റേജ് മീൻസ് ഇതാണ്ട് ഈ കാണപ്പെടുന്ന ഈ പെട്ടി പോലെ, കാരണം ഇതിനകത്തിലാണ് നമ്മളിത് വെക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പെട്ടി പോലെ ഇരിക്കുന്ന സാധനം ഈ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്റ്റേജ് ക്ലിപ്പ് എന്ന് വെച്ചാൽ സ്ലൈഡ് സ്റ്റേജിൽ അത് മുറുകെ പിടിക്കുന്നു എന്ന അർത്ഥമാണ് കേട്ടോ. അടുത്തത് എന്താ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്താണ്, പരുക്കൻ ക്രമീകരണ നോബ് എന്ന് വെച്ചാൽ എന്താണ്, മൂവ്സ് ദ സ്റ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ റഫ് ഫോക്കസിങ്. നമുക്ക് ഈ റഫായിട്ടുള്ള ഫോക്കസിനായിട്ട് സ്റ്റേജ് മുകളിലേക്കും താഴേക്കും നീക്കാനായിട്ടാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണോ കുഞ്ഞുങ്ങളെ, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറ്റി നോക്കണ്ടായോ, അതിനാണ് ആ നോബ് വെച്ചിരിക്കുന്നത്. ഈ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബുണ്ട് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയണമെന്നുണ്ട്, ഷാർപ്പ്നെസ് ദ ഇമേജ് നന്നായി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. മിറർ എന്തിനായിരിക്കും, മിറർ റിഫ്ലക്റ്റ് ദ ലൈറ്റ് ടു ദ സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. സ്ലൈഡിലേക്ക് ഇത് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പം ഇവിടെയാണ് ഈ സാധനം വെച്ചേക്കുന്നതെങ്കിൽ ഇതാണ് ഇതിൻ്റെ കണ്ണാടി അല്ലേ. അപ്പോൾ ഏത് വശമാണോ പ്രകാശം ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് അടിച്ച് ഇതിലോട്ട് പ്രകാശം കടത്തിവിടുന്നു. മിറർ ഉണ്ടോ, ഇതാണ് മിറർ കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ ഇത്രയാവും ഞങ്ങൾ എഴുതിയത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിനു മുമ്പേ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനാവാത്ത സൂക്ഷ്മജീവികളെ എങ്ങനെയാണ് നമുക്ക് നിരീക്ഷിക്കാനാവുക? സാധാരണയായിട്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാനാവാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് എങ്ങനെയാവും നിങ്ങളെ കാണാൻ കഴിയുക? കുട്ടിയുടെ ആ സംശയം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതായത് സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമോ നിങ്ങളെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് സ്ലൈഡ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കി. എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാൽ എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്റ്റ് മോർ ദാൻ എ മില്യൺസ് ടൈംസ്. അതായത് സാധാരണ കൊച്ചു ചോദിച്ചായിരുന്നല്ലേ, സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഒരു ഉപകരണമാണ് കുഞ്ഞുങ്ങളെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കേട്ടോ. നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ ആ കൊച്ചു ചോദിക്കുന്നുണ്ടല്ലേ, സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനാവാത്തതിനെയൊക്കെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് ആ പയ്യൻസ് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോഴാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അടുത്ത ആൾ കണ്ടുപിടിച്ചത് അല്ലേ. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് കുഞ്ഞുങ്ങളെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്റ്റ് മോർ ദാൻ എ മില്യൺ ടൈംസ്. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ് സെല്ലുകൾ, വൈറസ് ആൻഡ് മോളിക്യൂൾസ്, സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽസ്. നമ്മുടെ സെല്ലുകൾ, നമ്മുടെ ജീവകോശങ്ങൾ അല്ലേ, സെല്ലുകൾ, വൈറസുകൾ, അതുപോലെ തന്നെ മോളിക്കുലാർ സ്ട്രക്ചർ, തന്മാത്രാ ഘടനകൾ എന്നിവയെ ഒബ്സർവ് ചെയ്ത് വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ് കേട്ടോ, വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈഫ്. ലൈഫല്ല ലൈറ്റ്. പെട്ടെന്ന് പറയുമ്പോൾ തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് എല്ലാ നോട്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വായിക്കുമ്പോൾ ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നോട്ട് നോക്കണം കേട്ടോ. പിന്നെ ചിലപ്പോൾ നോട്ട് നോക്കിയിട്ട് മനസ്സിലായത് രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ. അപ്പോൾ
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിനു പകരം നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ, അത് നല്ലൊരു ഇതാ അല്ലേ. പ്രകാശത്തിനു പകരം ഇലക്ട്രോൺ കിരണാവലിയാണ്, ഇലക്ട്രോൺ ബീമുകൾ, കിരണം എന്നുണ്ട്, ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ്, കിരണാവലിയാണ് ഉപയോഗിക്കുന്നത്. ആ 4 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. എന്തിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, കാരണം അത് എന്താണെന്നും എന്തൊക്കെയാണ് അതിൽ കൂടെ നിരീക്ഷിക്കുന്നതെന്നും അല്ലേ 3 പോയിന്റേ ഉള്ളൂ. ആ 3 പോയിന്റും അങ്ങ് എഴുതിയെടുക്കണേ കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിലേ ഹൂ ഇൻവെൻറ്റഡ് ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ആരാ കുഞ്ഞുങ്ങളെ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്? ആരാ? ഇൻ 1932. ഈ പാഠത്തിൻ്റെ പ്രത്യേകത ഒരുപാട് ഡേറ്റുകളുണ്ട് കേട്ടോ. PSCക്കാർക്കൊക്കെ ഒരുപാട് ഡേറ്റുകളുണ്ട് കുഞ്ഞുങ്ങളെ ഇതിനകത്ത്. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1934 ജർമ്മൻ സയൻറ്റിസ്റ്റായ ഏണസ്റ്റ് റസ്ക, പേരൊക്കെ ഒരു ഇതിനകത്തിലെ പേരാണ് അല്ലേ, എല്ലാ പേരും വെറൈറ്റിയാണ്. ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും, മാക്സ് കെ അവിടെ സൈലൻ്റ് ആണ് കേട്ടോ. ക്നോൾ എന്ന് പറയില്ല കുഞ്ഞുങ്ങളെ, നോള് കേട്ടോ. അവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. മാക്സ് നോള് പേര് പഠിച്ചോണേ. 1934 ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയ ഏണസ്റ്റ് റസ്കയും മാക്സ് നോള് കേട്ടോ. കെ അവിടെ നമ്മൾ മലയാളം പറയുമ്പോൾ കെ അവിടെ വേണ്ട കേട്ടോ. നോള് ഇൻവെൻറ്റഡ് ദ EM എന്ന് ഞാൻ എളുപ്പത്തിന് എഴുതി. എന്താ കുഞ്ഞുങ്ങളെ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് കേട്ടോ. എഴുതാനൊന്ന് ലാഭിച്ചതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ ആണോ? പേര് ഓരോരുത്തരുടെയും. സാധാരണ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ജന്തുക്കളിൽ കോശമുണ്ടെന്ന്, പിന്നെ സസ്യങ്ങളിൽ കോശമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് പഠിച്ചു വരിക കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, 20 എണ്ണമായിട്ടുണ്ട്. അടുത്ത 21ാമത്തത്, നമുക്ക് ഈ മൈക്രോസ്കോപ്പ് 2 വിധം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്താ? 2 വിധം നമ്മൾ പറഞ്ഞു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. നമ്മൾ 2 കുറിച്ച് പറഞ്ഞു അല്ലേ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ചോദിച്ചാൽ ഇതങ്ങ് എഴുതിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, സവിശേഷത, പെക്യൂലിയാരിറ്റീസ്. നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ, ടെസ്റ്റിനകത്തിലുള്ളതാണേ. അതെ, പട്ടിക 9.2 നിങ്ങൾ ഫില്ല് ചെയ്തോണ്ടേ നിങ്ങൾ. ഇവിടെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. എന്താ പെക്യൂലിയാരിറ്റി എന്ന് വെച്ചാൽ സവിശേഷത എന്നാണ്. അപ്പം നോക്കിയേ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, മലയാളവും അത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. നോക്കിയേ, 1ാമത്തത് പ്രകാശത്തിൻ്റെ ആവശ്യകത, നീഡ് ഓഫ് ലൈഫ്. ലൈറ്റിന് എപ്പോഴും എനിക്ക് ലൈഫ് എന്നേ വരും. നീഡ് ഓഫ് ലൈറ്റ്. നോക്കൂ നിങ്ങളെ, പ്രകാശത്തിൻ്റെ ആവശ്യകത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വേണം കേട്ടോ. എന്താണ് അത്? നമുക്ക് ഉണ്ടെന്നോ, ആവശ്യമായ വെളിച്ചം, റിക്വയർഡ് ലൈറ്റ്, ആവശ്യമായ വെളിച്ചം അതിന് വേണം. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനോ അതിൻ്റെ ആവശ്യമില്ല, നോട്ട് നീഡഡ് കേട്ടോ. ഇതിനകത്തിൽ യെസ് എന്നോ ഉണ്ടെന്നോ കേട്ടോ. അത് നിങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ. റിക്വയർഡ് എന്ന് വെച്ചാൽ ഇവിടെ ആവശ്യമായ കേട്ടോ. അതായത് നീഡഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ. നീഡഡ് ആവശ്യമാണ്, ഇവിടെ നോട്ട് നീഡഡ് കേട്ടോ. ഇനി അടുത്തത് മാഗ്നിഫൈയിങ് പവർ, ആവർത്തന ശേഷി. നോക്കണേ കുഞ്ഞുങ്ങളെ, അവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1000 മടങ്ങ് ലാർജർ ആക്കാം. ടൈംസ് മീൻസ് മടങ്ങ്, 1000 മടങ്ങ് നമുക്ക് വലുതാക്കാം. 1000 ടൈംസ് ലാർജർ. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ മില്യൺസ് ടൈംസ് ലാർജർ, 1000,000 മടങ്ങ് വലുതാക്കാൻ പറ്റും. ഏതാ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണേ ആവർത്തന ശേഷി. ഇനി അടുത്ത ലെൻസിൻ്റെ ഉണ്ട് കുഞ്ഞുങ്ങളെ. ലെൻസ് നോക്കിക്കേ, ലെൻസ് ഇവിടെ കോൺവെക്സ് ലെൻസാണ് സാധാരണ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ കേട്ടോ. ഞാനിവിടെ ബ്രാക്കറ്റ് എഴുതി കോൺവെക്സ് ലെൻസാണ് കുഞ്ഞുങ്ങളെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. ഗ്ലാസ് ലെൻസാണ്. ഏത് ഗ്ലാസ് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ് കേട്ടോ. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാ മലയാളവും ഇംഗ്ലീഷും കൊണ്ട് എഴുതാൻ പറ്റണേ. 21 ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിപ്പോൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വിവിധ മൈക്രോസ്കോപ്പിലൂടെ എത്ര വലിപ്പം വരെയുള്ള സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലായി അല്ലേ. പല മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന മൈക്രോസ്കോപ്പുകൾ വരെ ഇന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ ടെസ്റ്റിൽ ഇത് പറഞ്ഞിട്ട് ചുവന്ന രക്താണു, റെഡ് ബ്ലഡ് സെല്ല്, നമ്മുടെ റെഡ് ബ്ലഡ് സെല്ല് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതാണ് കേട്ടോ റെഡ് ബ്ലഡ് സെല്ല് എന്ന് വെച്ചാൽ ചുവന്ന രക്താണു. ഇതൊക്കെ കണ്ടുപിടിച്ച ഈ മൈക്രോസ്കോപ്പിലൂടെ. COVID-19 ഒക്കെ കണ്ടുപിടിച്ചതാണ്. ഇതൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു പൂവിന് പൂമ്പൊടി, പോളൻ ഗ്രെയിൻസ് ഒക്കെ കണ്ടുപിടിക്കും. ഇതൊക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള കാഴ്ചകളുടെ പടമാണ് ഈ 3 കൊടുത്തിരിക്കുന്നത്. ആ പേജ് ഓക്കെ ആണോ നിങ്ങളെ? നമുക്ക് അടുത്ത പേജിലോട്ട് കയറാം. ഓക്കെ,
സാധാരണ മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ മൈക്രോസ്കോപ്പും അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള അതിപ്പോൾ നമ്മൾ പറഞ്ഞു, അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എഴുതിയാൽ മതി. ഇനി അടുത്ത ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ, ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടീച്ചർ പറയും കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണ്, കോമ്പൗണ്ടും ഡീറ്റെയിലും ഒക്കെ വരുന്നത് എത്രയാണ് കേട്ടോ. ഇതൊക്കെ മൈക്രോയുടെയാണ് ഈ സൈനൊക്കെ നോക്കുക കേട്ടോ. അതൊക്കെ ഈ മൈക്രോയുടെ സൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കിക്കോണേ. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലോട്ടോ. ഇനി നമുക്ക് കോശങ്ങളെ നിരീക്ഷിക്കാം. ജീവകോശങ്ങളുടെ ശരീരത്തിൽ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ജന്തുക്കളിലും സസ്യങ്ങളിലും കോശങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഈ കോശങ്ങളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ അതോ ഒത്തു ചേർന്നാണോ എന്നുള്ള വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്? ഈ കോശങ്ങളൊക്കെ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ ഇരിക്കുന്നത് അതോ ഇവരെ ഞങ്ങൾ ഒത്തുചേർന്നാണോ ഇരിക്കുന്നത്? ഇവരുടെ ധർമ്മങ്ങളൊക്കെ ഇവരെ ഒത്തൊരുമിച്ചാണോ ചേർന്നത് അല്ലേ? ഒരു സസ്യകാണ്ഡത്തിൻ്റെ ഛേദം നിരീക്ഷിച്ച് അതിൻ്റെ ചിത്രം വരയ്ക്കൂ. നിങ്ങൾ വരച്ചതിനെ ചിത്രം 9 ഇതുപോലെ താരതമ്യം ചെയ്യൂ. കാണ്ഡത്തിൻ്റെ ഛേദം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചുവടെ നൽകിയ സൂചകങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കുക. സൂചകങ്ങൾ ഇത് ഈ വായിച്ച നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽസ്, അതായത് ഒരു സ്ലൈഡ് തയ്യാറാക്കുമ്പോൾ നമ്മളിപ്പം ഞാൻ ഇതുപോലെ ഒരു കമ്പെടുത്തിട്ട് ആ കമ്പിൻ്റെ സെല്ല് എനിക്ക് അറിയണമെന്ന്, സെല്ല് അതിനകത്തിലെ എങ്ങനെയാണ് എന്തുവാന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു ചെടിയുടെ ഇത്രയും ഭാഗത്തിലെ ഒരു കമ്പ് ഞാൻ എടുക്കുക. മീൻസ് ഇതൊരു കമ്പാന്ന് വിചാരിച്ചു. ഈ കമ്പ് കേട്ടോ, ഇതൊരു കമ്പാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി. ഇതൊരു 8 സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് നോക്കൂ നിങ്ങളെ. പുട്ട് ദ മെറ്റീരിയൽസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ പെട്രി ഡിഷ്. പേടിക്കണ്ട, ഞാൻ പറയാം. പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. എന്തോന്ന് വല്ല മനസ്സിലായോ? പുട്ട് ദ മെറ്റീരിയൽസ് ടു ദ ഒബ്സർവ്ഡ് ഇൻ ദ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ഒരു വട്ടത്തിലിരിക്കുന്ന ഒരു പാത്രത്തിന് പറയുന്ന പേരാവും നിങ്ങളെ പെട്രി ഡിഷ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിക്കും അല്ലേ? പെട്രി ഡിഷ് എന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ പാത്രമാട്ടോ. ഗ്ലാസിൻ്റെ ഒരു വട്ടത്തിൽ ഇരിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഈ പാത്രത്തിനകത്ത് എന്ത് ചെയ്യുക? നിരീക്ഷിക്കാനുള്ള വസ്തുവിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പെട്രി ഡിഷിലെ ജലത്തിൽ ഇടുക എന്നാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കമ്പെടുത്തു എന്ന് പറഞ്ഞില്ലേ? ഒരു ചെടിയുടെ ഒരു കമ്പെടുത്തു. ഞാൻ കമ്പെടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ എന്താണെന്നറിയോ? ആ വെട്ടിയ ഭാഗത്തിലെ വെള്ളം എന്ത് ചെയ്യും നിങ്ങളെ? ഡീഹൈഡ്രേഷൻ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വറ്റി പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു ചെടിയുടെ ഏതെങ്കിലും ഒരു ചെടിയുടെ കമ്പ് ഒടിച്ചു കഴിഞ്ഞാൽ അന്നേരം ആ കണ്ടിച്ച ഭാഗത്തൊരു വെള്ളം നനവ് കാണും അല്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാറ്റടിച്ച് അതങ്ങ് ഡീഹൈഡ്രേഷൻ വരുമെന്നാണ് പറയുന്നത്. അതിനകത്തിലെ വെള്ളം അങ്ങ് ഈ ജലാംശം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കോണേ. നമുക്ക് നിരീക്ഷിക്കാനുള്ള വസ്തു എന്ന് വെച്ചാൽ ഈ ഒരു കമ്പാണെങ്കിൽ അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിനാണ് കുഞ്ഞുങ്ങളെ പെട്രി ഡിഷ് എന്ന് പറയുന്നത്. അതിനകത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കമ്പ് വെള്ളമുണ്ട് ഇതിനകത്തിൽ, ഈ കമ്പ് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഫസ്റ്റ് കേട്ടോ. രണ്ടാമത്തത് ടേക്ക് എ തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽസ് ടു ബി ഒബ്സർവ്ഡ്. നിരീക്ഷിക്കാനുള്ള വസ്തുവിൻ്റെ കുറുകെയുള്ള നേർത്ത ഛേദങ്ങൾ എടുക്കുക. നമ്മളിപ്പോൾ ഈ കമ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പിനെ നമ്മൾ ബ്ലേഡ് വെച്ചുണ്ടല്ലോ ഇതിൻ്റെ മണ്ടഭാഗം ഇങ്ങനെ ചെത്തി നമ്മൾ ഇങ്ങനെ ചെത്തി എടുക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? അതിൻ്റെ ഇങ്ങനെ ഓരോ ചെറിയ പീസ് മീൻസ് ഇത്രയുള്ള ചെറിയ പീസുകളായിട്ട് അതിൻ്റെ മണ്ടഭാഗം മുറിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിക്കാം. അതിപ്പോൾ എല്ലാം ഒരുപോലെ വരണമെന്നില്ല. നമ്മളിങ്ങനെ ചെത്തി വിടുമ്പോൾ ചിലപ്പോൾ ഇത്രേ കാണൂ, ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കാണും, ചിലപ്പോൾ ഇല്ല ഇങ്ങനെയുള്ള ഇതിനകത്തിലെ നല്ല പീസുകളൊക്കെ നോക്കണം കേട്ടോ. നിരീക്ഷിക്കാനുള്ള വസ്തുവിൻ്റെ കുറുകെയുള്ള നേർത്ത ഛേദങ്ങൾ നമ്മൾ എടുക്കുക. ഒന്നാമത്തെ നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു, ചുരുക്കം പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു? ഈ കമ്പ് നമ്മൾ അതിൻ്റെ മണ്ടഭാഗം ചെറിയ ലെയറായിട്ട് അത് മുറിച്ചെടുക്കുക. പിന്നെ വിത്ത് എ ബ്രഷ്
ഷിഫ്റ്റ് ദ സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. ഈ ഛേദങ്ങൾ നമ്മൾ ഈ മുറിച്ച് വെച്ച ഈ ചെറിയ ചെറിയ പീസുകൾ ഈ എന്താ കൈ കൊണ്ട് എടുക്കരുത് കുഞ്ഞുങ്ങളെ. കാരണം നമ്മുടെ കയ്യിലെല്ലാം അണുക്കൾ കാണും അല്ലേ. അതുകൊണ്ട് കൈ കൊണ്ട് എടുക്കരുത്. പകരം നിങ്ങളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് അല്ല കേട്ടോ, അല്ലാതെ നല്ലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, അണുക്കളൊന്നും ഇല്ലാത്തൊരു ബ്രഷ് എടുത്തിട്ട് ആ ഛേദങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാച്ച്, ഈ ചെറിയ ഒരു ഇങ്ങിരിക്കുന്ന ഒരു ഗ്ലാസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, വാച്ച് ഗ്ലാസ് എന്നുള്ളത് കേട്ടോ. വട്ടത്തിൽ നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ആ വാച്ച് ഗ്ലാസ് ഉദ്ദേശിക്കുന്നത് അതിൽ ആ ജലത്തിലേക്ക് ഈ പീസുകളെ എടുത്ത് ഇടുക. അപ്പം നമ്മൾ എന്താ ആദ്യം ഇങ്ങനെ ഇട്ട് വെക്കുന്നു. ആ വെക്കുന്ന വെച്ചാൽ അതിനകത്തിലെ വെള്ളം പറ്റാതിരിക്കാനാണ് ആ കമ്പിനകത്തിലെ. എന്നിട്ട് നമ്മൾ ആ കമ്പ് എടുത്തിട്ട് അത് ഇതുപോലെ പീസായിട്ട് ചെറിയ 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 ഈ തീരെ ലെയറായിരിക്കും, എന്താ കട്ടി കുറഞ്ഞായിരിക്കണം കേട്ടോ, തിൻ ലെയർ ആയിരിക്കണം. മുറിച്ചിങ്ങനെ ചെത്തി ചെത്തി വെക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സിനകത്തിലോട്ട് ആ പീസുകൾ എടുത്ത് ഇടുക കേട്ടോ. ഈ അപ്പച്ചട്ടി പോലെ എന്നൊക്കെ ഇതിനകത്തിൽ പറയുന്നത് കേട്ടോ, ഈ ഗ്ലാസ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലാസ്സിനെ അപ്പച്ചട്ടി പോലെയുള്ള ഗ്ലാസ്സിലോട്ട് ഇട്ട് വെക്കുക. സ്റ്റേജ് 4, നാലാമത്തെന്ന് വെച്ചാൽ പുട്ട് ദ തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. ഏറ്റവും കട്ടി കുറഞ്ഞതും പൂർണ്ണമായതുമായ ഛേദങ്ങളെ മറ്റൊരു വാച്ച് ഗ്ലൗസിൽ എടുത്തിട്ടുള്ള സ്റ്റെയിനിൽ ഇടുക. ഇനി നമ്മൾ ആ പറക്കി ഇട്ടതിൽ എല്ലാം നല്ലപോലെ ഇരിക്കുന്ന, വട്ടത്തിൽ നല്ലതുപോലെ ഇരിക്കുന്ന, നമ്മളിപ്പോൾ ചെത്തിയിട്ട എല്ലാം നല്ലതുപോലെ ഇരിക്കണമെന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ. അതിനകത്ത് നിന്ന് ഒരു 3-4 എണ്ണത്തെ എടുത്തിട്ട് വേറൊരു ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ്സിനകത്തിലോട്ട് ഏറ്റവും കട്ടി കുറഞ്ഞത് നോക്കിയും പൂർണ്ണമായെന്ന് വെച്ചാൽ നല്ല വട്ടത്തിലിരിക്കുന്നത് ഏറ്റവും കട്ടി കുറഞ്ഞതുമായി എടുത്തിട്ട് ഒരു വാച്ച് ഗ്ലാസ്സിലെ സ്റ്റെയിനിൽ ഇട്ട് കൊടുക്കുക. ആഡ് 1 or 2 drops ഓഫ് ഗ്ലിസറിൻ ടു ദ സ്ലൈഡ് ടു പ്രിവെൻറ്റ് ഡ്രൈയിങ് അപ്പ് ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ ഈ നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് 1-2 തുള്ളി ഗ്ലിസറിന് അതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാനും പറയുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മൾ ഇതിനകത്തിൽ സ്റ്റെയിൻ ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞില്ലേ. എന്തു ഈ സ്റ്റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ മഷിയില്ലേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഹീറോ പേനയ്ക്കകത്തിലേക്ക് മഷി, നമ്മുടെ ഇപ്പോഴത്തെ പേനയുടെ മഷിയല്ല, അല്ലാതെ നമ്മുടെ ഉജാലയുടെയൊക്കെ കൂട്ടുള്ള മഷി ഉണ്ടല്ലോ, അതിനാണ് ഈ നമ്മൾ ഈ സ്റ്റെയിൻ കളറ് സ്റ്റെയിൻ എന്ന് വെച്ചാൽ കളറാണ്. കളർ ഇടുക എന്ന് ഉദ്ദേശിക്കുന്നത് അതാ കേട്ടോ. കാരണം ഈ വട്ടത്തിലിരിക്കുന്നതിനകത്തിലോട്ട് ഒരു ഇച്ചിരി കളർ ഇട്ട് കൊടുക്കുമ്പം കറക്റ്റ് ഇതിനകത്തിലെ നമ്മൾ ഈ നിരീക്ഷിക്കുമ്പോഴേ ഇതിനകത്തിലെ കോശങ്ങളും ഇതിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗ്ലിസറിനും കൂടി അതിനകത്തിൽ ഇട്ട് കൊടുക്കുക. 5-മത്തെയാണ് ഗ്ലിസറിന്. 6-മത്തെ വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻസ് ഇൻ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ആ കളറിനകത്ത് നിന്ന് ആ ചെറിയ ചെറിയ പീസ്, അതായത് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി കളർ ഒഴിച്ചിട്ട് ഈ വട്ടം ഉള്ളത് അതിനകത്ത് പറക്കി ഇടുക. അത് തന്നെ അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതെടുക്കുമ്പം ആ കളർ മൊത്തം അതിനകത്ത് കാണും അല്ലേ. അപ്പം നമ്മളത് എടുത്തിട്ട് ഈ ഒരു വേറൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഇട്ടിട്ട് ഇത് അതിനകത്ത് ഇടുമ്പോൾ കുറേ കളറുകളൊക്കെ അങ്ങ് പോകത്തില്ലേ കുഞ്ഞുങ്ങളെ. ഇച്ചിരി കുറച്ച് മാത്രമല്ല അതിനകത്ത് അങ്ങനെ ആക്കുക കേട്ടോ. നിറം പിടിച്ച ഛേദങ്ങളെ ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം ഈ സ്ലൈഡിലെ ഗ്ലിസറിൽ വെക്കുക. 7-മത്തെയോ പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽസ് യൂസിങ് എ നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് എയർ ബബിൾസ് ഡു നോട്ട് പാസ്. നമ്മൾ ഇങ്ങനെ അതിനെ എടുത്ത് ആ വട്ടത്തിലുള്ളതിനെ എടുത്ത് അതാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു ഗ്ലാസ് കേട്ടോ, കവർ ഗ്ലാസ് എന്ന് പറയും. നമ്മൾ ഈ ഇതുപോലൊരു ഗ്ലാസിൻ്റെ മണ്ടയ്ക്ക് ഈ സാധനത്തിനെ എടുത്ത് നമ്മളിങ്ങനെ വെക്കുക കേട്ടോ. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽസ്. വായു കുമിളകൾ കടക്കാത്ത വിധം നീഡിലിൻ്റെ സഹായത്താൽ കവർ ഗ്ലാസ് കൊണ്ടുവന്ന് എന്നിട്ട് ചെയ്യുക, മൂടുക. നമ്മൾക്ക് ഇച്ചിരിയുടെ വലിയൊരു ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്ത് വെച്ച് അതിനെ അങ്ങ് മൂടുക. വൈപ്പ് ഔട്ട് ദ എക്സസ് ഗ്ലിസറിൻ യൂസിങ് ടിഷ്യൂ പേപ്പർ. എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ ഇതിനകത്ത് ഗ്ലിസറിനൊക്കെ ഇല്ലേ, നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ അമക്കുമ്പോൾ ഇതിനകത്തുള്ള ഗ്ലിസറിൻ അപ്പോൾ വെളിയിലോട്ട് വരത്തില്ലേ കുഞ്ഞുങ്ങളെ. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അധികമുള്ള ഗ്ലിസറിനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇതിനെ കാണാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 പോയിൻ്റ് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട്, അത് അതുപോലെ എഴുതിയെടുത്തങ്ങ് പഠിക്കണം കേട്ടോ. ഓക്കെ.
അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ. നമ്മൾ ഒരു കോശങ്ങളെ കാണ്ഡത്തിൻ്റെ ഛേദം തയ്യാറാക്കി എങ്ങനെ നിരീക്ഷിക്കാം എന്നുള്ളതാണ്. ഒരു കാണ്ഡത്തിൻ്റെ ഛേദം നിരീക്ഷിച്ചിട്ട് അത് എങ്ങനെ ഒക്കെ ഇനി അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സ്ലൈഡ് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് സ്റ്റെയിൻ എന്ന് വെച്ചാൽ കളറാണ് കേട്ടോ. സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഇതിൽ ഹൈ പവറും ലോ പവറുകളും ഉണ്ട് കേട്ടോ. ഞാൻ തരാം കുഞ്ഞുങ്ങളെ. നിരീക്ഷണം ചിത്രീകരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഇലയുടെ ഛേദമൊക്കെ വെച്ച് വരയ്ക്കാനാണ് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇത്രയും ചെയ്തില്ലേ, 8 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കാര്യം കണ്ടോ. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും ചെയ്തത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇലയിലെയും കാണ്ഡത്തിലെയും വൈവിധ്യമാർന്ന കോശങ്ങളെ നമുക്ക് കണ്ടു. ഇനി ഇലയ്ക്കകത്തിൽ വെച്ച് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ കാണാൻ പറ്റും. കാണ്ഡത്തിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തത് കാഴ്ചയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ്. ഒരു സസ്യകോശത്തിൻ്റെ ഘടന നൽകിയിരിക്കുന്നത് നിങ്ങൾ നിരീക്ഷിക്കൂ കേട്ടോ. നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഭാഗങ്ങളുടെ പേര് ചേർക്കുക. ഒരു സസ്യകോശത്തിൻ്റെ ഘടന നൽകിയിട്ടുണ്ട്. പ്ലാന്റ് സെല്ലിൻ്റെ ഘടന നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 9.5 നോക്കൂ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ പടം വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരീക്ഷണം ചെയ്തതിൻ്റെ തെളിവും സംക്ഷിപ്ത രേഖയുമാണ് പ്രാക്ടിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രാക്ടിക്കൽ റെക്കോർഡ്? നമ്മൾ ഇപ്പോൾ ചെയ്തില്ലേ അതുപോലെ ഇതിൽ ഉൾപ്പെടുത്താവുന്ന ശീർഷകങ്ങൾ എന്തെല്ലാം? പരീക്ഷണത്തിൻ്റെ പേര്, നമ്മൾ നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, നമ്മൾ എന്താണ് ചെയ്തത്. ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തില്ലേ, കാണ്ഡത്തിൻ്റെ ഛേദം നിരീക്ഷിച്ചു. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ആവശ്യമായ സാമഗ്രികൾ നമുക്ക് എന്തൊക്കെയായിരുന്നു, പിന്നെ പ്രവർത്തന ക്രമം പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു, നിരീക്ഷണം ഒബ്സർവേഷന്, നിഗമനം, ഇൻഫറൻസ് എന്നിവയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്ത ആ പേപ്പറിനകത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ. അടുത്ത് നോക്കൂ നിങ്ങൾ. ഏതാണ്ട് ഇതെന്തുവാന്ന് വല്ലതും മനസ്സിലായോ? ഇതേ സസ്യകോശം അല്ലെങ്കിൽ പ്ലാന്റ് സെല്ല്. നമ്മൾ പറഞ്ഞു സസ്യങ്ങളിലും ഉണ്ട് കോശങ്ങൾ, ജന്തുക്കളിലും ഉണ്ട് കോശങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ സസ്യങ്ങളിലെ കോശങ്ങൾ ആണ് ഈ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിനകത്തിലെ ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ. ഈ കാണപ്പെടുന്ന നീല കളറ് മഞ്ഞ കളറെന്നൊന്നും നമ്മൾ പഠിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കളറിൽ തന്നതുകൊണ്ടാണ്. എന്നാലും ഇതിനെ നമ്മൾ വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്നാണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് സെൽ, സസ്യകോശത്തിൻ്റെ ഘടനയാണ് സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് സെൽ. ഇത് വരച്ച് പഠിക്കണേ കേട്ടോ. സസ്യകോശത്തിൻ്റെ ഘടന അത് ഓരോന്നും കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. ഈ നീല വലിയത് വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്നാണ്. ഇതൊക്കെ ഓരോന്നും എന്തുവാന്ന് നമുക്ക് അപ്പുറത്തെ പേജിൽ പഠിക്കാനുണ്ട്. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇവിടെ ഒരു മുട്ട പോലൊരു സാധനം കണ്ടോ. അതാണ്ട് ഈ മുട്ട. ഇതാണ് ഇതിൻ്റെ മെയിൻ മർമ്മം. ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഭിത്തി നമുക്കറിയാം അല്ലേ. ഭിത്തിയല്ല, ഈ പച്ച ഏറ്റവും പുറമേ ഉള്ളത് അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ സെൽ വാള് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ടകത്തൊരു മെറൂൺ കളറിലേ കണ്ടോ കുഞ്ഞുങ്ങളെ. ആ പച്ചയുടെ അകത്തൊരു മെറൂൺ, അതിൻ്റെ സെൽ മെമ്പറൈന്, അതായത് സെൽ വാളിൻ്റെ അകത്താണ് സെൽ മെമ്പറൈൻ, കോശസ്തരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വാക്യൂള് സ്പെല്ലിംഗ് അറിയണേ, ഫേനമാണ്. സെൽ മെമ്പറൈൻ ഏതാണെന്ന് നോക്കിക്കൊണ്ടേതാണ്ട് ഇത് സെൽ മെമ്പറൈന്, അത് കോശസ്തരം. ഈ മുട്ട പോലെ കാണപ്പെടുന്ന ഈ സ്ഥലത്ത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. പിന്നെ ഇവിടെ ഈ ഒരുമാതിരി ഇതിന് പറയുന്നത് ഇത് കട്ടയായിട്ട് കൊടുത്തേക്കുന്നുണ്ടല്ലേ, അതിനെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക എന്നാ പറയുന്നത്. ദ്രവ്യജാലിക. 4 മേളത്തെ പഠിച്ചല്ലോ. 1 2 3 4. ഓക്കെ ആണോ? ഇനി അതിൻ്റെ താഴത്തെ നോക്കൂ നിങ്ങൾ. തൊട്ട് താഴത്തെ പടം നോക്കിക്കേ. ഇവിടെ വളഞ്ഞു കിടക്കുന്നുണ്ടോ. അതിനെ നമ്മൾ പറയുന്ന പോലെ തന്നെ ബ്ലബ്ലബ്ലബ്ലാന്ന് അല്ല, ഗോൾജി അപ്പാരറ്റസ് എന്നാണ് പറയുന്നത്. എന്താണ് ഗോൾഗി അപ്പാരറ്റസ് കേട്ടോ. ഗോൾഗി. ആ പേരൊക്കെ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ നോക്കണേ. ഗോൾഗി അപ്പാരറ്റസ്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കി. ഏതാണ്ട് കട്ടയായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഇവിടെ ഓരോന്നും അടുക്കി വെച്ചേക്കുന്ന പോലെ കാണുന്നുണ്ടോ. അതിനെ നമ്മൾ പ്ലാസ്റ്റിഡ്സ്, നമ്മുടെ ഹരിത കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ ഓരോന്നായിട്ടും അടുക്കി ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ ഇവിടെ 2 ഇവിടെയൊക്കെ കാണും കേട്ടോ. അടുക്കി വെച്ചേ പ്ലാസ്റ്റിഡ്സ് എന്നാണ് പറയുന്നത്. ഹരിത കണം.
അടുത്തത് ഇത് ഏറ്റവും പുറമേയുള്ള പാളി, ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയെ നമ്മൾ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വാളെന്ന് പറയുന്നു. അതിൻ്റെ തൊട്ടകത്താണ്, കോശഭിത്തിയുടെ അകത്താണ് കോശസ്തരം, സെൽ മെമ്പറൈൻ എന്ന് നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ ചെരുപ്പ് പോലെ ഒരു സാധനം കാണപ്പെടുന്നുണ്ടോ? അപ്പോൾ ചെരുപ്പ് നമ്മൾ തിരിച്ചു വെച്ചാൽ എങ്ങനെ ആയിരിക്കുന്നത്? അത് മൈറ്റോകോൺട്രിയ എന്നാണ് പറയുന്നത്. ഞാൻ ഈ ക്ലൂ പറയുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ചെരുപ്പ് തിരിച്ചു വെച്ചേക്കുന്നതല്ലേ കുഞ്ഞുങ്ങളെ ഇതിരിക്കുന്നത്? ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നത് കേട്ടോ. ഇനി അത് വെച്ച് പഠിക്കണം. മൈറ്റോകോൺട്രിയ എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും മൈറ്റോകോൺട്രിയ എന്നാണ്. പിന്നെ അതാണ്ട് ഇവിടെ ഇത് കിളുകിളുകിലു ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതിനെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നു. മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട് കേട്ടോ. കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവ നിർവഹിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ചും നൽകിയിരിക്കുന്ന വിവരണം, അനുബന്ധ ചിത്രങ്ങൾ, ചിത്രീകരണം എന്നിവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ബോക്സിനകത്തിലെ ഓരോന്നും എന്തുവാന്ന് മനസ്സിലായല്ലോ കേട്ടോ. ഇങ്ങനെ കിടക്കുന്ന എന്താണ്, ചെരുപ്പ് പോലിരിക്കുന്നത് എങ്ങനെയാണ്, ഈ മുട്ട പോലിരിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഇത്രയും വലുതായിട്ട് ഇവിടെ കാണപ്പെടുന്ന എന്തുവാണ്, പച്ച അടുക്കി വെച്ചേക്കുന്നത് എന്താണ്, ചെരുപ്പ് പോലിരിക്കുന്നത് എന്തുവാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ക്ലൂ ഒക്കെ പഠിച്ചു വെച്ചേക്കണേ. അടുത്ത നമ്മൾ ഇനി അതിൻ്റെ ഓരോ കാര്യങ്ങളോ നിങ്ങളെ. ഫസ്റ്റ് സെൽ വാളാണ്. സെൽ വാള് കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യ, സെൽ ഓർഗനൈസിലെ നമ്മൾ പ്ലാന്റ് സെൽസിൻ്റെ ഓരോ ഭാഗങ്ങളാണ് പഠിക്കുന്നത്. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി എന്ന് പറയുന്നത്. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 3 വരിയും അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇങ്ങനെ വരയിട്ടൊക്കെ ഓരോ സെൻറ്റൻസും എഴുതി വരയിട്ടൊക്കെ പഠിക്കാമെങ്കിൽ നമുക്ക് എളുപ്പം സെൻറ്റൻസ് പഠിക്കാൻ പറ്റും. സെൽ വാള് എന്താണ്? ഈ സെൽ വാളെന്ന് വെച്ചാൽ ഏറ്റവും പുറമേ ഉള്ള, അല്ലേ, നമ്മൾ ആ പടത്തിലെ ഏറ്റവും പുറമേ ഉള്ളതാണ് ഈ സെൽ വാളെന്ന് വെച്ചാൽ ഭിത്തി, അല്ലേ, ഭിത്തിയാണ് ഫസ്റ്റ്. അപ്പോൾ സെൽ വാൾ കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൽ വാൾ ഈസ് എ റിജിഡ് ലെയർ ഔട്ട് to the cell membrane. It provides protections and shape to the cell. In plants cell wall is mainly made up of cellulose. ഈ വരച്ചിട്ടേക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഫില്ലപ്പിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന കേട്ടോ. പ്ലാന്റ് സെൽ വാൾ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ആ വാക്കൊക്കെ നല്ലപോലെ പഠിക്കണേ. എന്നുവെച്ചാൽ സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായിട്ടും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് കുഞ്ഞുങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഒന്നാമത്തെ നമ്മൾ കോശഭിത്തി എന്താന്ന് പഠിച്ചു. പിന്നെ ഭിത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ എന്താ? കോശസ്തരമാണ്, അല്ലേ, കോശസ്തരം, സെൽ മെമ്പറൈൻ, അല്ലേ. അപ്പോൾ അത് നോക്കിക്കേ, ഇതെല്ലാം പടം കൊടുത്തിട്ടുണ്ട്. ഇത് കോശഭിത്തിയാണ്, അല്ലേ. ഇനി അതിനകത്തെ ഈ മെറൂൺ കളർ അതിനകത്തൂടെ രണ്ടാമത് പോകുന്നുണ്ട് കേട്ടോ. ആ പടത്തിലുണ്ട്. അതാണ് കോശസ്തരം. സെൽ മെമ്പറൈൻ്റെ വേറൊരു പേരാണ് പ്ലാസ്മ മെമ്പറൈൻ. അതൊക്കെ ഓർത്തോണേ. സെൽ മെമ്പറൈൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്മ മെമ്പറൈൻ. നോക്കുഞ്ഞുങ്ങളെ, ദ സെൽ മെമ്പറൈൻ ഈസ് എ തിന്നാണ്, ഫ്ലെക്സിബിൾ ലെയർ ആണ് ദാറ്റ് സറൗണ്ട് ദ സെൽസ്. സബ്സ്റ്റൻസസ് എൻ്റർ ആൻഡ് ലീവ്സ് ദ സെൽ ത്രൂ ദീസ് മെമ്പറൈന്. The plasma membrane does not allow all the substance to pass through. Therefore, the plasma membrane is also known as permeable membranes. ഈ പേരൊക്കെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ചില വാക്കുകൾ. അപ്പോൾ സെൽ മെംബ്രെയിൻ ഈസ് എ തിന്ന് ഫ്ലെക്സിബിൾ ലെയർ ദാറ്റ് സറൗണ്ട് ദ സെൽസ്. സബ്സ്റ്റൻസ് എൻ്റർ ആൻഡ് ലീവ് ദ സെൽ ത്രൂ ദീസ് മെംബ്രെയിൻ. This plasma membrane does not allow all substance to pass through. Therefore, the plasma membrane is known as a semi-permeable membrane. ഇംഗ്ലീഷ് മീഡിയക്കാർ അതങ്ങ് എഴുതിയെടുക്കണേ നിങ്ങൾ. അപ്പോൾ അതിൻ്റെ മലയാളം എന്തായിരിക്കും? കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം എന്ന് പറയുന്നത്. ഒരു കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്ത് കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളുടെയും പ്ലാസ്മാ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മാ സ്തരം വരണധാര്യ സ്തരം, നോക്കണേ നിങ്ങളെ, എല്ലാത്തിനെയും അകത്തോട്ട് കടത്തിവിടത്തില്ല കേട്ടോ.
നമ്മുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഏതാ, സെല്ല് വാള്. അതിൻ്റെ തൊട്ടകത്ത്, അതിനോട് ചേർന്ന് അതിൻ്റെ തൊട്ടകത്ത് കാണപ്പെടുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ അല്ലേ, കോശസ്തരം. അദ്ദേഹം എല്ലാവരെയും ഒന്നും അങ്ങ് അകത്തോട്ട് കയറ്റി വിടത്തില്ല. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് നമ്മുടെ കോശസ്തരം അല്ലെങ്കിൽ സെൽ പ്ലാസ്മ മെംബ്രെയിൻസ് അല്ലേ എന്ന് പറയുന്നത്. അപ്പം പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും അത് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോട്ടും അകത്തോട്ടും പോകുന്നത് ഈ കോശസ്തരത്തിലൂടെയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. പിന്നെയോ എല്ലാ പദാർത്ഥങ്ങളെയും നോക്കണേ കുഞ്ഞുങ്ങളെ, എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എല്ലാത്തിനെയും അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അതിനാൽ നമ്മുടെ ഈ പ്ലാസ്മ സ്തരത്തിനെ വരണതാര്യ സ്തരം, അത് നോക്കണേ കുഞ്ഞുങ്ങളെ, സെമി പെർമിയബിൾ, അതിൻ്റെ മലയാളം എന്താ, വരണതാര്യ സ്തരം എന്ന് അറിയപ്പെടുന്നു. ഇച്ചിരി കട്ടി വാക്കുകളാണ് എനിക്കറിയാം, എന്നാലും നമുക്ക് പഠിക്കണ്ടേ. ഓക്കെ ആണോ? ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു പടം നാണ്ട കൊടുത്തിട്ടുണ്ടെന്നുണ്ട് 9 പോയിന്റ്. അതായത് നോക്കിക്കേ, കോശസ്തരത്തിൻ്റെ ഘടന. കോശസ്തരം എന്ന് വെച്ചാൽ എന്താ, സെൽ മെംബ്രെയിൻ്റെ എന്ന് വെച്ചാൽ ഇത് ഏറ്റവും പുറമേ ഉള്ളത് സെൽ വാളാണ്. സെൽ വാളിൽ കഴിഞ്ഞ് അകത്തോട്ട് കയറുന്നതാണ് കോശസ്തരം അല്ലെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. ഇതിനകത്തിൽ നോക്കിയേ, ഇത് പ്രോട്ടീൻ തന്മാത്ര, പ്രോട്ടീൻ മോളിക്യൂൾസ്, ലിപ്പിഡ് ഇരട്ടപ്പാളി അല്ലേ, ലിപ്പിഡ് ബൈ ലെയർ, പ്രോട്ടീൻ തന്മാത്ര, പ്രോട്ടീൻ മോളിക്യൂൾസ്, ഇതൊക്കെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ പറഞ്ഞു അതിനകത്തിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ പ്രോട്ടോപ്ലാസും സൈറ്റോപ്ലാസും എന്നാൽ എന്താണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ. ഇത് തങ്ങളുടെ ഡിഫറൻസ് വരെയും ചോദിച്ചിട്ട്, പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തങ്ങളുടെ വ്യത്യാസം. പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ് ഓഫ് ആൾ ദ കോമ്പോണൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിംഗ് ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം കേട്ടോ. പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ ജീവദ്രവ്യം എന്നാണ്. ഇത് മർമ്മം, ന്യൂക്ലിയസ്, കോശദ്രവ്യം സൈറ്റോപ്ലാസം ഇവ ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ സെൽ മെംബ്രെയിനും ന്യൂക്ലിയസും പറഞ്ഞതിരിഞ്ഞു പോയോ, സെൽ മെംബ്രെയിനും ന്യൂക്ലിയസും കേട്ടോ, ഇത് രണ്ടും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ഈ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. എന്നാൽ സൈറ്റോപ്ലാസോ, തിരിഞ്ഞു പോലെ, ഇത് ജീവദ്രവ്യവും ഇത് കോശദ്രവ്യവുമാണ് കേട്ടോ. എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ദ സെല്ല്. ഇറ്റ് മെയിൻറ്റെയിൻ ഓൾ ദ ഓർഗനൈൽസ് ഇൻ ദെയർ പ്ലേസ് ആൻഡ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ഒരു ദ്രാവക കുഞ്ഞുങ്ങളെ ഈ സൈറ്റോപ്ലാസം. നമ്മുടെ കോശത്തിനകത്തിൽ ജെല്ലി പോലെ, ഇതിനകത്തൊക്കെ ജെല്ല് പോലെ ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ, ജെല്ലി പോലെ. അങ്ങനെ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇത് എല്ലാ കോശങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി, ഒരു മീഡിയമായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ സൈറ്റോപ്ലാസം? 4. ഇനി അടുത്ത 5ാമത്തത് എന്താണ്, സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ. സെൽ ഓർഗനൽസ് ആർ ദ പാർട്ട് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് നെസസറി ഫോർ ദ സർവൈവൽ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സെല്ല്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. സെൽ ഓർഗനൽസ് ആർ ദ പാർട്ട് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് നെസസറി ഫോർ ദ സർവൈവൽ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദി സെല്ല്. അടുത്ത ന്യൂക്ലിയസ് എന്നാൽ എന്താണ്? ന്യൂക്ലിയസ് ഒക്കെ എന്തുവാന്ന് അറിയാമേ, നമ്മൾ പറഞ്ഞതല്ലേ, ഇതാണ് ന്യൂക്ലിയസ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. ഒരു കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. ഈ മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക. നമ്മുടെ അത് പടത്തിലുണ്ടേ കുഞ്ഞുങ്ങളെ, നമ്മൾ ഓരോന്ന് പഠിക്കുന്നെങ്കിലും ഓരോന്നും
ആൻഡ് ഇതാണ് നമ്മുടെ മർമ്മം അല്ലേ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ദാണ്ട ഒരു കണ്ടോ നെറ്റ് പോലെ കൊടുത്തേക്കുന്ന കണ്ടോ, ഇതാണ് ക്രൊമാറ്റിൻ ജാലിക കേട്ടോ, ക്രൊമാറ്റിൻ ജാലിക. അതൊക്കെ നല്ലപോലെ അറിയണേ. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായിട്ട് അങ്ങ് മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം, ന്യൂക്ലിയോപ്ലാസം അല്ല ന്യൂക്ലിയോലസ്, മർമ്മകം എന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. മർമ്മത്തിനുള്ളിൽ മർമ്മകം, അതിനകത്തിലൊരു നമ്മൾ പറയില്ലേ ഈ കണ്ടോ ഇതിനകത്ത് മഞ്ഞ, അതാണ് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പടം കണ്ട് പഠിക്കണം കേട്ടോ. ടെസ്റ്റിനകത്തിൽ മലയാളം മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ടെസ്റ്റിൻ്റെ പറഞ്ഞിട്ട് പടം വലത്തുവശത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലാന്റ് സെല്ല് അല്ലേ, സസ്യങ്ങളുടെ സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ന്യൂക്ലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ, മർമ്മമെന്നാണ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ഈ മർമ്മം എന്ന് പറയുന്നത്. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വല കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായിട്ട് അങ്ങ് മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്നൊരു ഭാഗം കൂടി ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരോ, ന്യൂക്ലിയസ് ഈസ് ദ സെന്റർ ദാറ്റ് കൺട്രോൾ ദ സെല്ല്. Chromatin network is the structure that appears like a network of a thread within the nucleoplasm. During cell divisions, these chromatin network condense into chromosomes. There is also a part called nucleolus within the nucleus. കേട്ടോ, ഈ പേര് ന്യൂക്ലിയോലസ്. ചില വാക്കുകളൊക്കെ ഒന്ന് നോക്കണേ. ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോലസ് കേട്ടോ. പിന്നെ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക്, ക്രൊമാറ്റിൻ ജാലിക. ഈ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണേ. 6 ആയിട്ടുണ്ട് കേട്ടോ, 6. ഓക്കെ, അടുത്ത 7ാമത്തത് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് വെച്ചാൽ ഗോൾഗി വസ്തുക്കൾ. ഗോൾഗി അപ്പാരറ്റസ് എന്ന് വെച്ചാൽ ദീസ് ആർ സെൽ ഓർഗനൽസ് ദാറ്റ് അപ്പിയർ ആസ് സ്റ്റാക്ക്ഡ് മെമ്പറൈൻ ലെയേഴ്സ്. ദീസ് ഓർഗനൽസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ സെൽ ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ റാപ്പിഡ് ഇൻ മെമ്പറനസ് സാക്കുകൾ. എന്ന് വെച്ചാൽ ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്ഥരപാളികൾ, അടുക്കി വെച്ച സ്ഥരപാളികൾ കേട്ടോ, സ്റ്റാക്ക്ഡ് മെംബ്രെയിൻസ് ലെയർ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഇവ. ഏതാ, ഗോൾഗി അപ്പാരറ്റസ്. നമ്മൾ വളഞ്ഞിരിക്കുന്നുണ്ട്. ഇതാവും നിങ്ങൾ നമ്മൾ അതിനകത്ത് പടത്തി പറഞ്ഞതാ കണ്ടോ, ഇതാ സാധനം. അപ്പം പ്രോട്ടീനുകളും ലിപ്പിഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സ്ഥരസഞ്ചികളിൽ പൊതിഞ്ഞിട്ട് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. എന്താ നിങ്ങളെ, നമ്മുടെ ഈ ഗോൾഗി അപ്പാരറ്റസിൻ്റെ ജോലി എന്താ, പ്രോട്ടീനുകളും ലിപ്പിഡുകളും ഒക്കെ ഒരു സ്ഥരസഞ്ചികളിൽ അങ്ങ് പൊതിഞ്ഞിട്ട് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഇനി എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നാൽ എന്താണ്? അന്തർദ്രവ്യജാലിക. എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നാൽ എന്താണ്? കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായിട്ട് കാണപ്പെടുന്ന പദാർത്ഥം സംവഹന പാതകളാണ് ഇവ. കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായിട്ട് കാണപ്പെടുന്ന ഒരു കുഴല് പോലെ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളാണ്, ഇത് കണ്ടോ കുഴലുകൾ കണ്ടോ, കുഴലുകൾ പോലെ, ഇതെല്ലാം കണ്ടോ കുഴലുകൾ പോലെ കാണപ്പെടുന്ന ഓരോന്നും പഠിച്ചോണേ. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പടം തന്നിട്ട് എന്തുവാണെന്നും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ചോദിക്കാം കേട്ടോ. കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായിട്ട് കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ അതിനകത്തിൽ തന്നെ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് വെച്ചാൽ ദീസ് ഓർഗനൽസ് അപ്പിയർ ആസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലസ് വിത്ത് ഇൻ ദ സെൽ, സെർവ് ആസ് പാത്വേ ഫോർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയറിംഗ് ബൈ ദ സെല്ല് കേട്ടോ. നല്ലപോലെ മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ. അടുത്ത 9ാമത്തെ മൈറ്റോകോൺട്രിയ എന്നാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ ചെരുപ്പിൻ്റെ കൂട്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളാണ്ട് ഇത് ചെരുപ്പിൻ്റെ കൂട്ടിരിക്കുന്നത് അല്ലേ, അതാണ് മൈറ്റോകോൺട്രിയ. എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെല്ല്. കോശത്തിലെ ഊർജ ഉൽപാദന കേന്ദ്രമാണ്
നമ്മുടെ കോശത്തിനുള്ളിലെ എനർജി പ്രൊഡക്ഷൻ ഊർജ ഉൽപാദന കേന്ദ്രമാണ് ഏതാ മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായിട്ട് ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ച് വെക്കുകയും അതിൻ്റെ ആവശ്യാനുസരണം അത് വിതരണവും ചെയ്യുന്നു. മനസ്സിലായോ? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായിട്ട് ലഭിക്കുന്ന ഊർജം വരും, അത് സംഭരിച്ച് വെക്കുകയും ആവശ്യത്തിനനുസരിച്ച് അത് എടുത്തിട്ട് ബാക്കി അതങ്ങ് വിതരണം ചെയ്യുകയും ചെയ്യും. ആരാ? മൈറ്റോകോൺട്രിയയാണ്. എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെല്ലാണ്. ഇറ്റ് സ്റ്റോർസ് ദ എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഓക്സിഡേഷൻസ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അടുത്തതാണ് വാക്യൂള്. നമ്മളെ പടത്തിൽ ഫേനം, വാക്യൂള് സ്റ്റോർ ചെയ്യുന്നു വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ് സെല്ല്. ജലം, പോഷക ഘടകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. ജലം, പോഷക ഘടകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവയെല്ലാം സംഭരിക്കുന്നതാരാ? വാക്യൂള്, ഫേനമാണ്. പിന്നെയോ സസ്യകോശങ്ങളിൽ പൊതുവേ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു കേട്ടോ. യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ് സെല്ല്. നമ്മൾ ഇതിനകത്തിലും വലുത് തന്നെയല്ലേ, നോക്കിയേ, വലിയത് അല്ലേ, ഫേനം, വാക്യൂള് കേട്ടോ. അടുത്തത് റൈബോസോമുകൾ. എന്താ നിങ്ങളെ റൈബോസോം, അത് നമ്മുടെ പടത്തിൽ അടയാളപ്പെടുത്താൻ ഇല്ലായിരുന്നു. റൈബോസോം എങ്ങനെയായിരിക്കുന്നത്? റൈബോസോം കണ്ടോ, അതാണ്ട് ഇതുപോലെ എന്തുവാ കണ്ടോ, റൈബോസോം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. റൈബോസോമും കൂടെ അങ്ങ് നോക്കൂ നിങ്ങളെ. ദേ ആർ ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം എയ്തർ ഫ്രീലി ഓർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ദേ ഫങ്ഷൻസ് ആസ് എ സെൻറ്റർ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അതായത് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യജാലികയോട് ചേർന്നോ കാണപ്പെടുന്നു. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. റൈബോസോം എന്നല്ല, റൈബോസോം എന്ന് വെച്ചാൽ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കും. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്ന കേട്ടോ. ദേ ഫങ്ഷൻസ് ആർ സെൻറ്റർ ഫോർ പ്രോട്ടീൻ സിന്തസിസ് കേട്ടോ. നിർമ്മാണ കേന്ദ്രമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇത്രയും മതി. നമ്മൾ 50 മിനിറ്റോളം ഇതെടുത്തു. ഇനിയുണ്ട് കുഞ്ഞുങ്ങളെ, നമുക്ക് അത് അടുത്ത പാർട്ടിൽ പഠിക്കാം. നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമുക്ക് എന്നിട്ട് ഒരു ഭാഗവും കൂടെ വെച്ചിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്